പുതിയ കുട്ടിയാ, ആദ്യമായിട്ടാ അവള്. സാറേ ഒന്ന് മനസ്സിൽ വെച്ചോണം. എടോ ശിവ, താനിത് വേറെ വല്ലവരോടും പറ. പുതിയതാണ് പോലും. അയ്യോ ഇത് നേരാ, സത്യമായിട്ടും ഇത് പുതിയതാ സാറേ. പുതിയതിനെ കല്യാണം കഴിക്കാൻ തന്നെ കിട്ടുന്നില്ല. പിന്നെ ഒന്ന് പോടോ. ആ മുറിയിലുണ്ട് സാറേ. ആ കാശിങ് തന്നേച്ചു. അതെന്താ, തനിക്കിന്ന് വിശ്വാസമല്ലേ? അയ്യോ അതുകൊണ്ടല്ല, ഞാനേ ഒന്ന് കറങ്ങിയേച്ചു വരാം. ഇതെന്താ, ഞാൻ 150 പറഞ്ഞത്, കുറഞ്ഞത് 100 കിട്ടണം. അയ്യോ ഇതിരിക്കട്ടെ, ബാക്കി പിന്നെ തരാനേ. അതൊക്കെ ശരിയാ, ഒരു 10 രൂപ വെറുതെ ചോദിച്ചാ സാറ് തരുമോ? സാറ് കാര്യം ചെയ്യും, ഇതങ്ങോട്ട് പിടി. എനിക്കും സാറിനും വിഷമം വേണ്ടല്ലോ. ആ മുറിയിലുണ്ട് സാറേ. പറഞ്ഞു ഓർമ്മ വേണേ, പുതിയതാ. എന്നെ ഉപദ്രവിക്കല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടുന്ന് പോണം. എനിക്കിതൊന്നും പരിചയമില്ല. നിങ്ങളൊന്ന് ഇവിടുന്ന് പോണം. എന്റെ മുമ്പിൽ എത്ര പതിവ്രതയാണ്ട. വെറുതെ അല്ല, നല്ല കാശ് മേടിച്ചിട്ടാ. എനിക്കിതൊന്നും ശീലമില്ല ശിവേട്ട. ശീലിക്കണമടി, നിനക്ക് വിശക്കില്ലേ? ആഹാരം കഴിക്കണ്ടേ? ചേച്ചി ഞാൻ പോവാ ശിവേട്ട. എനിക്കിത് ശീലമല്ലേ. അവളും ശീലിക്കണ്ടടി. അവക്കെന്താ ശീലിച്ചാൽ? അവൾ പാവമല്ലേ ശിവേട്ട? നീ പാവമല്ലേ, ഞാൻ പാവമല്ലേ? നമ്മൾ എന്തിനു ചെയ്യുന്നു? ജീവിക്കാൻ, വിശപ്പിന് വേണ്ടി. അവർക്ക് ചെയ്യാൻ വയ്യെങ്കിൽ എവിടെങ്കിലും പോയി തൊലയിട. ശിവേട്ട ഞാൻ പോകാം ശിവേട്ട. എന്തെങ്കിലും ചെയ്യും, അയാളെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല. ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? ശിവന്റെ വീട് ഇതല്ലേ? അതെ അതെ, ശിവേട്ടൻ ഇവിടെ ഇല്ല. സോഫി എന്നൊരു പെൺകുട്ടി ഈ വീട്ടിലല്ലേ? അത് നിങ്ങളാണോ? എന്തിനാ അന്വേഷിക്കുന്നത്? ഇനിയും വല്ല ഹോട്ടലിലും കൊണ്ടാക്കി കടന്നു കളയാനാണോ? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്റെ അച്ഛൻ. എന്നാ പിന്നെ അച്ഛന്റെ അനുവാദത്തോടു കൂടി പ്രേമിക്കാമായിരുന്നില്ലേ? എന്താ ഇപ്പൊ അച്ഛന്റെ അനുവാദം കിട്ടിയോ? നിങ്ങളെന്നെ മനസ്സിലാക്കാതെയാണ്. മനസ്സിലായി. നിന്നെ പോലുള്ളവരെ ഒത്തിരി കണ്ടവളാ ഞാൻ. ചെല്ല്, അവളവിടെ ഉണ്ട്. ചെല്ല്.
ഇങ്ങോട്ട് വന്നു ബേബിച്ചായ? ഇപ്പൊ എന്തിനിങ്ങോട്ട് വന്നു? നമുക്ക് പോവാൻ സോഫി. അപ്പച്ചൻ സമ്മതിച്ചു. വൈകിപ്പോയി. ഇന്നലെ വന്നിരുന്നെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഞാൻ ബേബിച്ചായനെ കല്യാണം കഴിക്കാൻ കൊള്ളാത്ത പെണ്ണായിപ്പോയി. ഞാൻ ചീത്തയാണ്, ചീത്തയായി പോയ പെണ്ണ്. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സ് ശുദ്ധമാണ് ബേബിച്ചായ. അവിടെ ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ. എന്താ മറുപടി പറയാൻ തന്റെ വായിൽ നാവില്ലേ? അവൾ തന്നോട് സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? അവൾക്കിത് പറയാതിരിക്കാമായിരുന്നു. താനല്ലേ അതിന് കാരണക്കാരൻ. ആ പാവത്തിനെ ഹോട്ടലിൽ കൊണ്ടാക്കി താൻ ഓടിപ്പോയതുകൊണ്ടല്ലേ അവൾക്കിത് പറ്റിയത്? താനല്ലേ അവളെ ചീത്തയാക്കിയത്? തന്നെ പോലുള്ളവരാണ് ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. നിന്നെ പോലൊരുത്തനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിനക്കാരും തൊടാത്ത പെണ്ണിനെ വേണം അല്ലേ? അന്വേഷിച്ച് നടക്ക്. എന്തെങ്കിലും കിട്ടിയാൽ എന്നെ ഒന്ന് അറിയിക്കണേ. ചേച്ചി, മോളെ, മോള് കരയാതിരിക്കും. നിനക്ക് ഞാനുണ്ട്. വരൂ. അപ്പയ്യ വിട്ടിരിക്കെ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ടുവരാം. കൊള്ളാം, നന്നായി. നിന്നെ കുളിപ്പിച്ച് കുറിയും തെളിച്ചു കൊണ്ടുപോകാൻ നേരെ ഉച്ചാവുന്ന ഞാൻ വിചാരിച്ചു. ഇപ്പൊ നിന്നെ പണയം വെച്ചാൽ കിട്ടും 1000 രൂപ. ചെട്ടിയാർക്കിന്ന് വലിയ സന്തോഷമാകും. ചെട്ടിയാർ വന്നിട്ടുണ്ടോ? കാലത്തെ പ്ലെയിൻ വന്നു, വൈകുന്നേരം പോവും. അയക്ക് നിന്നെ ഒപ്പ പിടിച്ചാച്ച്. ഞാനിന്ന് വരില്ല ശിവേട്ട. എനിക്ക് ഒരു സ്ഥലം വരെ പോണം. എടി, ഇത് അതുപോലല്ല, കൈ നിറയെ കാശ് കിട്ടുന്ന കാര്യമാണ്. കാശ് കാശ്. ഈയിടെ ശിവേട്ടിന് വേറെ ഒരു വിചാരവും ഇല്ല. അതിലും വലിയ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് ശിവേട്ട. അയാളെ പിണക്കി വിട്ടാലേ നമുക്ക് കിട്ടിയ വലിയൊരു ബന്ധമാണ് പോകുന്നത്. ഇന്ന് ഞാൻ എങ്ങും വരില്ല ശിവേട്ട. നീ എവിടെ പോന്നു? ഒരു സ്ഥലത്ത്. എവിടെയാണെന്ന് ഒരു ദിവസം ഞാൻ പറയാം. ശിവേട്ടിനെ അറിയിക്കാത്ത ഒരു രഹസ്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിന്റെ ഒരു രഹസ്യവും എനിക്ക് അറിയണമെന്നില്ല. നീ ഇപ്പൊ എന്റെ കൂടെ വരണം. 364 ദിവസവും ശിവേട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ ഇന്നൊരു ദിവസം ശിവേട്ടൻ എനിക്ക് തരണം. അത് നാളെ ആയിക്കൂടെ? ഇല്ല ശിവേട്ട, ഇപ്പൊ ഞാൻ വരില്ല. വൈകുന്നേരം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നിന്റെ സൗകര്യം കാത്തു നിൽക്കാൻ അയാളാരാ? നിന്റെ വേലക്കാരനോ? എങ്കിലും അയാൾ പോട്ടെ. അയാളെ കൊണ്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് അയാൾ വലുതാണ്. അയാളടുത്ത് നീ വരണം. ശിവേട്ടൻ നിർബന്ധിക്കരുത്. എത്ര പറഞ്ഞാലും ഞാൻ ഇന്ന് വരില്ല. തീർച്ചയായും വരില്ലേ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ശിവേട്ട. എനിക്ക് നിന്റെ കൊഞ്ചലൊന്നും കേൾക്കണ്ട. നീ വരുമോ ഇല്ലയോ? ഇല്ല. അത്രയ്ക്ക് അഹങ്കാരോ? ശിവേട്ട, ഞാൻ വരാം ശിവേട്ട. എനിക്കും ഇത് ശീലിക്കണ്ടേ? ചെട്ടിയാർക്ക് നിന്നെ മാത്രം ഇഷ്ടാവൂന്ന് കരുതണ്ട. വേഗം ഒരുങ്ങ.
നമ്മളിങ്ങനെ ഈ നിലയിലെത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശിവേട്ട. നമ്മൾ എവിടെ എത്തി? എങ്ങും എത്തിയില്ല. എത്താനിരിക്കുന്നേ ഉള്ളൂ. ഇനിയും വളരണം, വലുതാകണം. ഈ ലോകം മുഴുവൻ എനിക്ക് വിലയ്ക്ക് വാങ്ങണം. എങ്കിലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഈ ശിവേട്ടനൊരു അത്യാഗ്രഹിക്കുക. രുക്മിണി ചേച്ചിയുടെ സ്ഥിതി എന്താണോ? അതൊന്നും ഓർക്കരുത്. ഓർത്താൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. അവൾ എങ്ങനെങ്കിലും ജീവിക്കും. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എങ്ങനെ ജീവിക്കും എന്നാണ്. ശിവേട്ടൻ ഇത്ര സ്വാർത്ഥനാണോ? സ്വാർത്ഥനാകാത്ത ഒരുത്തന് ഈ ഭൂമി ജീവിക്കാനൊക്കില്ല. நல்லா இருக்கா? അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു കുറവുമില്ല. மேல போலாமா? ഉക്കാരപ്പയ്യ. എടാ ശിവു, നീ ഇനി അങ്ങ് മലയാളത്തിൽ പറഞ്ഞേച്ചാ മതി. എടാ കൊച്ചനെ, ഞാൻ പാലാക്കാരൻ മത്തായിയാ. കുഞ്ഞുനാളിലെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതാ. ഒരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും നടന്നു. ഒരു ജോലിയും കിട്ടിയില്ല. അവസാനം മദിരാശിയിലെത്തി സിനിമാ നടനായി. ശ്രീരാമ വിജയത്തിലെ നായകനായിട്ട് അഭിനയിച്ചു. ഹനുമാന്റെ വേഷം. പടം 100 ദിവസം ഓടി. നല്ല പേരും കിട്ടി. പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ. കാരണം എന്താന്ന് വെച്ചാൽ ഹനുമാന്റെ മോന്ത വെച്ചല്ലേ അഭിനയിച്ചത്. അതുകൊണ്ട് എന്റെ മോന്ത ആരും കണ്ടില്ല. പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് നടക്കാനും പോയില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, കുറേ കാലം നാട്ടുകാരെന്നെ ഹനുമാൻ മത്തായി ഹനുമാൻ മത്തായി എന്ന് വിളിച്ചോണ്ടിരുന്നു. അതിനുശേഷമാ ഞാൻ ചെട്ടിയാരുടെ കൂടെ കൂടിയതും അപ്പയ്യ ആയതും. ഇപ്പൊ നല്ല മുട്ടൻ സൗകര്യമാ. എന്നതിന്റെ കുറവാ. 2 ടാക്സി ഓടുന്നുണ്ട്. താമസിക്കാൻ ഇതുപോലൊരു ബംഗ്ലാവുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആദ്യം പണം ഉണ്ടാക്കണം അപ്പയ്യ, ഇഷ്ടം പോലെ പണം. എന്നിട്ട് ആലോചിക്കാം അത് ആർക്ക് കൊടുക്കണമെന്ന്. സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടേ? അന്നുണ്ടാകും, ഞാനുണ്ടാക്കും. சுவாமி, இங்க வேற யாராவது வரதுண்டா? என்ன தவிர ഇവിടെ വേറെ ആര് വരാനാ? ശിവൻ വേറെ யாராவது அழைச்சிட்டு வரதுண்டான்னு? ഇല്ല മുതലാളി. இங்க வேற யாரும் வரக்கூடாது. நான் மட்டும்தான் வரலாம். நான் மட்டும். அப்படி வேற யாராவது வரக்கூடியிருந்தா அவங்க தரக்கூடிய பணத்தை உனக்கு சிவனுக்கும் ഇവിടെ ആരും വരില്ല മുതലാളി. മുതലാളി അല്ലാതെ ശിവേട്ടന് ഇവിടെ ആരെയും പരിചയമില്ലല്ലോ. எனக்கு மட்டுமா இருக்கிற பொண்ணுதான் எனக்கு தேவை. என் அன்பா இருக்கணும், என் தேவைகள் எல்லாம் பார்க்கணும். அந்த மாதிரி ஒரு பொண்ணுதான் எனக்கு தேவை. അതിനൊക്കെ അങ്ങേക്ക് അങ്ങയുടെ ഭാര്യയില്ലേ? பாரி இருக்கு. அந்த மாதிரி நிறைய பேர் இருக்கு. பட் ஆர்ட்ட இருந்தும் நான் நினைக்கிற மாதிரி அன்பு கிடைக்கல. நான் பணம் நிறைய சம்பாதிச்சாச்சு. ஆனா பணம் கொடுத்து அன்பு விலைக்கு வாங்க முடியாதுன்னு எனக்கு இப்பதான் புரிஞ்சது. அது புரியறதுக்கு இவ்வளவு நாளாச்சு. It's too late. உனக்கு என்ன சிநேகிக்க முடியுமா? കഴിയും. முடியுமா? இது நான் உனக்காக கொண்டு வந்தாக்கும். என்ன விலை தெரியுமா? 50,000 ரூபாய். நான் உனக்கு ஏன் தரேன்னு தெரியுமா? நீ எனக்காக மட்டும் இருக்கிறதுக்கு தான். അങ്ങ് ഇപ്പോഴും സ്നേഹം വിലയ്ക്ക് ചോദിക്കണം. എടാ ശിവ, അവൻ ഈ ചെട്ടിയാര് പോയിട്ട് കാണുന്നില്ലടാ. അവിടേക്കാൻ പോയി പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയായിരിക്കും.
എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. ചേട്ടന് എവിടാ പോകണ്ടേ? വേണമെങ്കിൽ നമുക്കൊന്ന് കറങ്ങിച്ചു വരാം. അയാളെ വ്യായാമം ചെയ്യിക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിരുന്നു. അവനെ പോയി ഒന്ന് കണ്ടുപിടിക്കണം. ചെട്ടിയാരെ വ്യായാമം ചെയ്യിക്കാനോ? പാവം, കുറച്ചാളോട് ജീവിക്കട്ടെ ചേട്ടാ. അയ്യോ, അതൊരു വെടക്ക് തടിയാ. മുഴുവൻ കൊഴുപ്പും കൊളസ്ട്രോളുവാ. ഇങ്ങനെ ചേർത്ത് വീർത്ത് മിനുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഡാക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിരാവിലെ എണീച്ച് അരഘാതം നടക്കണമെന്നാ. പക്ഷെ ഇയാൾ എണീച്ച് വരുമ്പോ പൃഷ്ഠത്തിൽ വേല് വരും. മണി 11 ചേട്ടനെ കണ്ട അന്നു മുതലാണ് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായത്. ചേട്ടാ, ചേട്ടന് ചെട്ടിയാരെ വ്യായാമം ചെയ്യിച്ചാ പോരെ? ഞാൻ വരാം. നിനക്ക് വ്യായാമം ചെയ്യിക്കാനും അറിയാമോ? എനിക്കറിയാൻ വയ്യാത്ത വല്ല തൊഴിലും ഉണ്ടോ ചേട്ടാ? ഞാൻ എന്തും ചെയ്യും. എന്നാ പിന്നെ നീ തന്നെ മതി. ഞാൻ പിന്നെ വേറെ ആളെ അന്വേഷിച്ച് പോകുന്നതിനാ. നല്ല കാര്യം. എന്തോ നിന്നെ കണ്ടപ്പോ എനിക്കൊരടുപ്പം തോന്നി. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ആരെങ്കിലും ആയിരുന്നിരിക്കും. നീ വലിയ ആളാകുമടാ. പക്ഷെ ഒരു കാര്യം, അന്ന് നീ എന്നെ മറന്നു കളയരുത്. ഞാനൊന്നും മറക്കില്ല ചേട്ടാ. മറക്കാൻ കഴിയാത്തതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. ஆஹா, நீங்க எங்கேயும் போகலையா? അയ്യാ, വ്യായാമം കത്തി കൊടുക്കുന്നതിന് വേറെ ആളെ തേട വേണ്ട. എല്ലാം നമ്മ ശിവനുക്ക് തരും. வியாயாமம் கத்து கொடுக்கறதுக்கு தெரியுமா? വ്യായാമം അറിയാം. കത്തി കൊണ്ട് ആ, കത്തി കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കരുത്, ചൊല്ലി കൊടുക്കരുത്. தெரியுமா? ആ അതറിയാം. அப்படின்னா நாளை காலையில என் பெங்களாவில வா. ആ வரட்டுமா? ശരി മുതലാളി. வா போலாம். ചെട്ടിയാര് തന്നതാ. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇവിടെ മറ്റാരും വരരുതെന്നാണ് ചെട്ടിയാര് പറയുന്നത്. ഞാൻ അയാളുടെ മാത്രം സ്വന്തമായിരിക്കണമെന്ന്. നീ അത് സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. അങ്ങനെ പറയാവൂ. പക്ഷേ ഇയാളെക്കാട്ടിലും വിലയുള്ള ചിട്ടയാരെ കിട്ടിയാ നമ്മൾ അയാളെ സ്വീകരിക്കും. നമുക്ക് ജീവിക്കാനുള്ള പണമായാൽ ഈ തൊഴിൽ നിർത്താൻ ശിവേട്ട. അത് ശരിയാ, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതെന്നാ? എന്നായാലും അന്ന് ശിവേട്ടനെ ഉപേക്ഷിക്കാതിരുന്നാ മതി. രുക്മിണി ചേച്ചിയെ ഓർക്കുമ്പോ എനിക്ക് ശിവേട്ടനെ പേടിയാ. ഇല്ല സോഫി, നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും. സത്യമാണോ ശിവേട്ട? പറയൂ ശിവേട്ട, സത്യമാണോ ശിവേട്ടൻ പറയുന്നത്? നീ ഒരു മണ്ടിയാണ്. നീ എത്ര ആണുങ്ങളെ കണ്ടവളാണ്. ശിവനെ പോലെ എത്ര ശിവന്മാർ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ അതും ഓർത്തിരുന്നാൽ ജീവിക്കണ്ടേ? ഇല്ല അന്ത്രൂസ് ചേട്ടാ, പട്ടിണി കിടന്ന് ചത്താലും ഞാനിനി ആ ജോലിക്കില്ല. വെച്ച് വിളമ്പിക്കൊടുക്കാൻ എനിക്കിനി ആരുമില്ല. മാസം മാസം ഫീസ് കൊണ്ട് കൊടുക്കാൻ എനിക്ക് എന്റെ മകളുമില്ല. മാലാഖപോലത്തെ മോളായിരുന്നു. നീ തരുന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോ മോൾ എന്നോട് പറയുമായിരുന്നു, അന്തരൻ സൈക്കിൾ വെച്ച് ചവിട്ടരുത്. ഞാൻ മമ്മിയോട് പറഞ്ഞ് കാറ് വാങ്ങിച്ചു തരാമെന്ന്. നമ്മൾ ശവിക്കപ്പെട്ടവരാണ് മോളെ. എത്ര ദുഷ്ടന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നു. എനിക്ക് ഇത്രയും വേദന കിട്ടാൻ ഞാൻ ദൈവത്തോട് എന്ത് തെറ്റ് ചെയ്തു? ദൈവം അയാളെ ഞാനൊന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് ഞാൻ സാധിച്ചു നോക്കിയാണ്. അങ്ങനെ പറയരുത് അന്ത്രൂസ് ചേട്ടാ. ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. അയാൾ ഇവിടെ ഉണ്ടാക്കും. അന്ത്രൂസ് ചേട്ടാ, നിന്റെ സങ്കടം കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. പക്ഷെ നീ എന്തോരമായി അനുഭവിക്കുന്നു. സാരമില്ല, അനുഭവിച്ച് ഞാൻ മരവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നിനും എന്നെ നോയിപ്പിക്കാൻ കഴിയില്ല. ചെല്ലു, അന്ത്രൂസ് ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ആ നായരുടെ കടയിൽ പോയി ഒരു പതി ചോറ് വാങ്ങിച്ചില്ല.